UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ ആഞ്ഞടിച്ച LDF സ്ഥാനാർത്ഥി കെ ശൈലജ തനിക്കെതിരായ നുണപ്രചാരണം ഷാഫി നിരുത്സാഹപ്പെടുത്തിയില്ലെന്ന് ശൈലജ ആരോപിച്ചു. ഫേസ്ബുക്കിൽ കൃത്രിമ പേജുകൾ ഉണ്ടാക്കി വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയാണ്. ഷാഫി ഇത് അറിയുന്നുണ്ടെന്ന് കരുതുന്നു. സ്ഥാനാർത്ഥിയുടെ മാന്യത ഷാഫി കാട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്നും കെ ശൈലജ ന്യൂസ് 8നോട് പറഞ്ഞു. ഇമാതിരി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് കൊടുക്കുന്നവരെ തിരിച്ചറിയാൻ ഇപ്പം തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരും. കാരണം ഓരോ സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി നമ്മൾ കാണിക്കുമല്ലോ. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുന്നത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ്. ഈ സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ UDF സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ അതിനെന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, അത്തരം പേര് വെച്ചിട്ടാണ് ചിലത് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള നടപടി അവരെടുക്കട്ടെ. ഷാഫി ഇത് അറിയുന്നുണ്ട് എന്ന് തന്നെയാണ് ടീച്ചർ കരുതുന്നത്. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. കാരണം ആദ്യം ഞാനത് അങ്ങനെ കരുതിയില്ല. ഞാൻ വിചാരിച്ച ആരെങ്കിലും ഇങ്ങനെയുള്ള ചെറുപ്പക്കാരും കൊടുത്തത്. പക്ഷെ തുടർച്ചയായിട്ട് ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വരുന്നത് പോലെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് വരികയാണ്. അപ്പോൾ അത് വ്യക്തതയുണ്ട് അതിനകത്ത്. അതിനെ നിരുത്സാഹപ്പെടുത്തിയല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുള്ളത്. ഷാഫിയിൽ നിന്ന് ടീച്ചർ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയില്ല, പ്രതീക്ഷിക്കാതൊന്നുമില്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു ഡിഗ്നിറ്റി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതിൽ ജനങ്ങൾക്കറിയാം ഞാനൊരു ഭൂമി രാഷ്ട്രീയം പിന്നിൽ നിൽക്കുന്ന ആളല്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ തെറ്റായിട്ട് ചില പ്രത്യേക സംഭവങ്ങൾ എടുത്തിട്ട് അതിനകത്ത് എൻ്റെ വർത്തമാനം പകുതി വെട്ടിക്കളഞ്ഞ് പകുതി കൊടുക്കുക, ഇതൊക്കെയാണ് കുറേ ഉണ്ട്. ഞാനതെല്ലാം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ കമ്മീഷനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ നടപടി വരട്ടെ. പക്ഷേ ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളോടാണ് പറയുന്നത്. എന്നെ നിങ്ങൾക്കറിയാം, ഞാനിവിടെ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പം ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരുടെയും രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ജനങ്ങളുടെ കൂടെ നിന്ന് ഒരു മന്ത്രി എന്താണോ ചെയ്യേണ്ടത് ആ കടമ നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ MP ആയാലും അങ്ങനെ തന്നെയാണ്, ജനങ്ങളുടെ കൂടെ നിന്ന് ചെയ്യും.